ഹലോ ഗൈസ്, വെൽക്കം ടു പി എസ് സി മെന്റർ. അപ്പോൾ നമ്മളെല്ലാവരും മെയ് 21 സെക്രട്ടേറിയറ്റ് ഒയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. അത് കഴിഞ്ഞിട്ട് ജൂൺ മാസത്തിൽ നമുക്ക് ലബോറട്ടറി അസിസ്റ്റന്റിന്റെ എക്സാം വരുന്നുണ്ട്. അപ്പോൾ ഈ വർഷം നടന്ന PYQs നമ്മൾ നോക്കിയിട്ട് പോകേണ്ടത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ 2025 ജസ്റ്റ് ലാസ്റ്റ് ഏപ്രിൽ 28 നടന്ന ഒരു VFന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ആ VFന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളൊന്ന് നോക്കാം. കാര്യം അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സെയിം സിലബസ് തന്നെയാണ് നമ്മുടെ OAയ്ക്കും വരുന്നത്, അല്ലെങ്കിൽ ലാബ് അസിസ്റ്റന്റിന് അടുത്ത മാസം വരുന്നത്. അപ്പൊ അതൊന്ന് നമ്മൾ പരിചയമായിട്ട് പോയി കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണക്റ്റഡ് ഫാക്ട്സ് ഒക്കെ നോക്കി പോകണേ ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് ആ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു ബ്ലൂ പ്രിന്റ് തന്നെ കിട്ടുവാണ്. അതായത് എങ്ങനെ സെക്രട്ടേറിയറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യണം, ഏതൊക്കെ ഏരിയാസ് ആണ് ഫോക്കസ് ചെയ്തേക്കുന്നത് എന്ന് നമുക്കൊന്ന് അറിയാം. അപ്പൊ നമുക്ക് നേരെ ആ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോയാലോ? നോക്കിയേ, ആദ്യം തന്നെ ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആരാണ് പുസ്തകം എഴുതിയത്? ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം എഴുതിയേക്കുന്ന ആരാന്നാണ് ചോദിച്ചേക്കുന്നത്. അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളാണ്. നമ്മൾ ഓടിച്ചൊന്നൊരു ബ്ലൂ പ്രിന്റ് മാത്രമായിട്ടാണ് നമ്മൾ നോക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ ഫർദർ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എടുക്കുന്നുണ്ട്. ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് മാത്രമാണ് ജസ്റ്റ് ഓടിച്ച് ഒന്ന് നോക്കുന്നത്. നോക്കിയേ, പഞ്ചശീല തത്വങ്ങൾ അല്ലേ, അതൊക്കെ കറണ്ട് അഫെയർ ബേസ് ചെയ്ത് ചോദിച്ചേക്കുന്നതാണ്. അതായത് ചൈനയായിട്ട് നമ്മൾ എൻകൗണ്ടേഴ്സ് നടത്തുന്നുണ്ട്. അപ്പൊ അത് ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫെയർ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ 1857 അല്ലെ, ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് 1857. അപ്പൊ 1857 ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ല അല്ലെ. 10th ലെവൽ എക്സാമുകൾക്ക് 1857 ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ല. യൂഷ്വലി മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് അതിൽ ചോദിക്കുന്നതാണ്. അപ്പൊ കണ്ടോ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിലും അതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ, അതേ ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്. അത് VFന്റെ മലപ്പുറം 32/24 ഈ എക്സാം. അപ്പൊ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഇട്ട് തരുന്നുണ്ട്. അത് എന്ത് ചെയ്യുക, പോയി നോക്കി വർക്ക്ഔട്ട് ചെയ്തിട്ട് മാത്രം പോവാം. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസും കൂടി നോക്കാം. അപ്പൊ നോക്കിയേ, പ്രാദേശികവാദങ്ങൾ അല്ലെ, സ്ഥിരമായി PSC ചോദിക്കുന്ന ഒരു ജിയോഗ്രഫി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പ്രാദേശികവാദങ്ങൾ. അത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണുന്നുണ്ട്. കറണ്ട് അഫെയർ ബേസ് ചെയ്ത് ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ UN സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇതിന് മുന്നേ ഉണ്ടായിരുന്നപ്പോൾ ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ആന്റോണിയോ ഗുട്ടേഴ്സ് തന്നെ ഇപ്പൊ ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതുപോലെ കോണ്ടിനെന്റൽ കോൺഗ്രസ് അല്ലെ, അമേരിക്കൻ റെവല്യൂഷൻ ബേസ് ചെയ്ത് വേൾഡ് ഹിസ്റ്ററി എന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ജിയോഗ്രഫിന്ന് സ്ഥിരമായി ചോദിക്കുന്ന ശിലകളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ ലാൻഡ് ഫോംസുമായിട്ടുള്ള ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ വന്നിട്ടുണ്ട്. നോക്കി നമുക്ക് കാണാം, ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് സെക്രട്ടേറിയറ്റ് OAയ്ക്ക് പോകണം. ഓക്കെ, ഇനി പ്രധാന ജലവൈദ്യുതി പദ്ധതികളും അവ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്, ഏത് നദിയിലാണെന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതും എന്താണ്, കേരള ജിയോഗ്രഫി ബേസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പോകേണ്ട ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ വിജയദുർഗ കറണ്ട് അഫെയർ അല്ലെ, നമ്മൾ കറണ്ട് അഫെയർ യൂഷ്വലി നേരത്തെ പറയുന്ന ഒരു 3 മാസം മുന്നേ വരെയുള്ളതൊക്കെ നോക്കിയാൽ മതി. ഇപ്പൊ നോക്കിക്കേ, ജനുവരി ഫെബ്രുവരി വരെ വന്നിട്ടുള്ള കറണ്ട് അഫെയർസ് നമ്മൾ ഈ പേപ്പർ മുന്നോട്ട് പോകുമ്പോൾ നോക്കുമ്പോൾ കാണാം ചോദിച്ചിട്ടുണ്ട്. അതായത് ഏപ്രിൽ 28 നടന്ന എക്സാമിന് ഫെബ്രുവരിയിൽ മാർച്ച് ആദ്യം നടന്നിട്ടുള്ള കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ എന്താണ്, മെയ് തന്നെയാണ്. അപ്പൊ ഫെബ്രുവരി മാർച്ച് വരെയുള്ള കറണ്ട് അഫെയർസ് ഫോളോ ചെയ്യാൻ ട്രൈ ചെയ്യുക. നമ്മുടെ ചാനലിൽ തന്നെ ഇഷ്ടം പോലെ പോൾസ് കറണ്ട് അഫെയർ ബേസ് ചെയ്ത് എല്ലാ ദിവസവും വരുന്നുണ്ട്. എല്ലാവരും പോയി അതൊക്കെ അറ്റൻഡ് ചെയ്യുക. പ്രത്യേക ദിനങ്ങളും അതിന്റെ തീമുകളും ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഫോളോ ചെയ്യണം. ഓക്കെ, ഇനി നോക്കിക്കേ, അടുത്ത് നോക്കിയേ, എക്കണോമിക്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. അതുപോലെ കറണ്ട് അഫെയർ പിന്നെ 2024 പത്മഭൂഷൺ അല്ലേ, ജനുവരിയിൽ ആണ് പ്രഖ്യാപിച്ചത്. അതും ചോദിച്ചിട്ടുണ്ട്. അതും നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന എളുപ്പമുള്ള ക്വസ്റ്റ്യനുകളാണ് വന്നേക്കുന്നത്. എന്നാലും എന്ത് ചെയ്യുക, നമ്മള് അപ്പൊ അതുപോലെ പത്മ അവാർഡ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് മനസ്സിലായി. അതൊക്കെ എന്ത് ചെയ്യുക, നോക്കിയിട്ട് വേണം പോകാനായിട്ട്. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 17 to 18 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത്. ബാക്കിയെല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷെ നോക്കിയേ, ഒരു 10th ലെവൽ എക്സാമിലെ OA ലെവൽ എക്സാമിന് ഒരു 17, 18 അല്ലെങ്കിൽ 20 അടുപ്പിച്ച് സ്റ്റേറ്റ്മെന്റ്സ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര നമ്മുടെ എക്സാം വേണമെങ്കിൽ നമുക്ക് നല്ല ടൈറ്റ് ആക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ സ്റ്റേറ്റ്മെന്റ്സ് വന്നിരിക്കുന്നത് അല്ലെ. നമ്മൾ അതിൽ വേണമെങ്കിൽ ചിന്തിച്ച് അവിടെ സമയം വേണമെങ്കിൽ നമുക്ക് കളയാം. അപ്പൊ അതൊക്കെ ഓർത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ സമയം എത്ര മിനിറ്റ് ആണ്, 1.5 മണിക്കൂറാണ്. 1.5 മണിക്കൂറിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, എക്കണോമിക്സ് ബേസ് ചെയ്ത് കോട്ടണോപോളിക്സ്, ഇതൊക്കെ സ്ഥിരമായിട്ട് എക്കണോമിക്സിൽ വരുന്ന ടേമുകളാണ്, നമ്മൾ കാണുന്നതാണ്. ഭേദഗതികൾ അല്ലെ, ഭേദഗതികളെ പറ്റിയിട്ട് പൊളിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്തത് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതും നമ്മൾ നമ്മുടെ സിലബസിൽ പ്രത്യേകമായിട്ട് 72, 42, 44 എല്ലാം 52 എല്ലാം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ് ഈ 91, 73 എല്ലാം, 74 അല്ല. അപ്പൊ എന്ത് ചെയ്യുക, ആ അമെന്റ്മെന്റ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് നോക്കി ഓരോ അമെന്റ്മെന്റ്സും എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കിയിട്ട് മാത്രമേ പോകാവുള്ളൂ കേട്ടോ. ഇത് അതുപോലെ പാർലമെന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ലോക്സഭ, രാജ്യസഭ, സ്പീക്കർ, ഗവർണർ, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. PSC സ്ഥിരമായിട്ട് അവരുടെ ആർട്ടിക്കിൾ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ പോർഷൻ എന്ത് ചെയ്യുക, പൊളിറ്റി ഭാഗത്ത് നിന്ന് നോക്കി പോകണം.
ഇനി അടുത്ത് നോക്കിയേ കമ്മിറ്റി അല്ലേ, LSG ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുള്ള അമെന്റ്മെന്റും അത് ബേസ് ചെയ്തിട്ടുള്ള കമ്മിറ്റികളും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ബൽവന്തറായ, അശോക് മേത്ത, GVK റാവു ഒരു കോഡൊക്കെ ഇട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ കമ്മിറ്റികളെല്ലാം ഓർത്തിരിക്കുക, അതിന്റെ വർഷങ്ങളൊക്കെ ഓർത്തിരിക്കുക. അത് പിന്നെയും ഇവിടെ ചോദിച്ചിട്ടുണ്ട്. DPSP ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇത് നോക്കിയാൽ പിന്നെയും 2024 ലോകസഭ ഇലക്ഷൻ ബേസ് ചെയ്ത് കറണ്ട് അഫയർ ആണല്ലേ. കറണ്ട് അഫയറിന് നല്ല വെയിറ്റേജ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും എന്ത് ചെയ്ത് കറണ്ട് അഫയർ മിസ് ചെയ്യാണ്ട് പോകരുത്. നമ്മൾ എന്താണെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് കറണ്ട് അഫയേഴ്സ് നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്ത് വീഡിയോസ് ആയിട്ട് വരുന്നുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുക, അത് ഉറപ്പായിട്ടും കാണാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി നോക്കിയ സ്റ്റേറ്റ് ലിസ്റ്റുകളുടെ കാര്യങ്ങൾ, അതൊക്കെ സ്ഥിരം കാര്യങ്ങളാണ്. അപ്പൊ ഏതൊക്കെ ലിസ്റ്റുകൾ ഏതൊക്കെ സംഭവങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കിയിട്ട് മാത്രമേ പോകാവുള്ളൂ. ചോദിച്ചിട്ടുണ്ട്. അതുപോലെ വകുപ്പ് മന്ത്രിമാരല്ലേ, പാർലമെന്ററി, അതായത് പുതിയ നമുക്ക് മന്ത്രിസഭ വന്നു, അവരുടെ ആദ്യത്തെ ബഡ്ജറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ബഡ്ജറ്റുകളൊക്കെ നോക്കണം എക്കണോമിക്സ് ബേസ് ചെയ്ത്. അപ്പൊ ആ മന്ത്രിസഭയിലെ മന്ത്രിമാർ എന്ത് ചെയ്യുക, എല്ലാം അതായത് കഴിഞ്ഞ LD എക്സാമുകൾക്കും സ്ഥിരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതാണ് ഏതൊക്കെ മന്ത്രിമാർ ഏതൊക്കെ വകുപ്പുകളാണ് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന്. അപ്പൊ അത് പിന്നെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഇത് മെയിൻസ് എക്സാം ആയിരുന്നു. അപ്പൊ നമുക്ക് OAക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ചോദിക്കാം. സോ അതും എന്ത് ചെയ്യുക, നോക്കിയിട്ട് വേണം പോകാനായിട്ട്. അതുപോലെ കമ്മീഷനുകൾ അല്ലെ, സിവിക്സ് ഭാഗത്ത് അല്ലെങ്കിൽ ഗവർണൻസിന്റെ ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യനുകളാണ് കമ്മീഷൻ. അതിനകത്ത് എത്ര ആൾക്കാരുണ്ട്, ഇപ്പോഴത്തെ ചെയർപേഴ്സൺ, എല്ലാം നോക്കിയിട്ട് മാത്രം പോവാ. ഇവിടെ മനുഷ്യാവകാശ കമ്മീഷനാണ് ചോദിച്ചിരിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ അപ്പൊ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയാം. അതേ വിവരാവകാശ നിയമം ചോദിച്ചിട്ടുണ്ട്. വിവരാവകാശ കമ്മീഷൻ വേണമെങ്കിൽ അപ്പൊ നമുക്ക് OAക്ക് വേണമെങ്കിൽ ചോദിക്കാം. അതുപോലെ ദിനങ്ങളും തീമുകളും അല്ലെ, ഇത് ലോക തണ്ണീർത്തടം, അത് February 2 ആണ്. അപ്പൊ ഇതിന്റെ തീമാണ്, ഇതിന് തൊട്ട് മുന്നേ അതായത് 24-ാം തീയതി ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ എക്സാം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം. അതിനകത്ത് ഇതേ ലോക തണ്ണീർത്തട ദിനത്തിന്റെ തീമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ച് പുതിയ റാംസർ സൈറ്റുകൾ വന്നിട്ടുണ്ട്. അതിൽ ഒരു റാംസർ സൈറ്റ് ഏതാണെന്ന് പർട്ടിക്കുലർ ആയിട്ട് എടുത്ത് ചോദിക്കുക ചെയ്തത്. അപ്പൊ അതുകൊണ്ട് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നു. തൊട്ടടുത്ത 4 ദിവസം കഴിഞ്ഞ് നടന്ന എക്സാമിൽ പിന്നെയും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് OAക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, തണ്ണീർത്തട ദിനത്തിന്റെ തീം ചോദിക്കാം, തണ്ണീർത്തടം ചോദിക്കാം, അതിന് അന്ന് പ്രഖ്യാപിച്ച റാംസർ സൈറ്റുകളൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം. ഇവിടെ നോക്കിയേ തൊഴിൽ വകുപ്പ് മന്ത്രി അല്ലേ, ഇതും റിപ്പീറ്റഡ് ആയിട്ട് പിന്നെയും ബേസ് ചെയ്ത് ചോദിക്കുന്ന, അതായത് ശിവൻകുട്ടിയാണ് വിദ്യാഭ്യാസം എന്ന് നമുക്ക് ഓർക്കും. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്. പക്ഷെ PSC പിന്നെയും സെയിം സാധനം എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. രാജ്യസഭ സീറ്റുകൾ എത്ര എണ്ണമെന്നാണത് പിന്നെയും ചോദിക്കുന്നുണ്ട്. സംസ്ഥാന ഗവർണർ അല്ലേ, അതും കറണ്ട് അഫയർ ഡിസംബർ മാസത്തിൽ പ്രഖ്യാപിച്ച് ജനുവരി മാസത്തിലാണ് അദ്ദേഹം വരുന്നത്. അപ്പം അർലേക്കറെ ബേസ് ചെയ്തിട്ട് കറണ്ട് അഫയർ ചോദിച്ചിട്ടുണ്ട്. അവാർഡുകൾ ആർട്ട് ആൻഡ് കൾച്ചർ ഭാഗത്ത് നിന്ന് വരുന്ന എഴുത്തച്ഛൻ പുരസ്കാരമാണ് ചോദിച്ചിരിക്കുന്നത്. അതും കറണ്ട് അഫയർ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നതാണ്. പിന്നെ ദേ സയൻസ് ഭാഗത്ത് നിന്നാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. അതല്ലേ, ജീവകങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല അല്ലെ, ഇല്ല, അത് ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇല്ല. അപ്പൊ അത് ഇവിടെയും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, വൈറ്റമിൻസ്, അതിന്റെ സയന്റിഫിക് നെയിം, രോഗങ്ങൾ എല്ലാം നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ഇനി അടുത്ത് നോക്കിയ രോഗങ്ങളും രോഗകാരികളും അതും അങ്ങനെ തന്നെ നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ചോദിക്കാം. അപ്പൊ അത് എന്ത് ചെയ്യുക, രോഗകാരികളുടെ പേരുകളും ഒക്കെ അറിഞ്ഞിരിക്കുക. ആരോഗ്യ പദ്ധതികളല്ലേ, ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ അങ്ങനെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും എന്ത് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതും നോക്കുക. ജീവിതശൈലി രോഗങ്ങള്, ജനിതക രോഗങ്ങളെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഓടിച്ചിട്ട് നോക്കിയിട്ട് വേണം. കാര്യം നമുക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ട കൂടുതൽ ഏരിയാസ്. അതുപോലെ ഇതുണ്ടോ, ഇത് PSC നമ്മുടെ സമയം കളയാനായിട്ടും കൺഫ്യൂസിംഗ് ആയിട്ടും ചോദിക്കുന്നതാണ് അല്ലെ. ഈ ലോക പരിസ്ഥിതി ദിനാചരണം, പരിസ്ഥിതി ദിനം, ഇപ്പൊ അതുപോലെ നമ്മൾ തണ്ണീർത്തട ദിനം ചോദിച്ചു. അതുപോലെ PSCക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പോർഷനാണ് ഏത്, ലോക പരിസ്ഥിതി ദിനം അല്ലെ. ഇതിന്റെ ഹോസ്റ്റും ചോദിക്കും, തീമും ചോദിക്കും അല്ലെ. ഈ കഴിഞ്ഞ ഡിഗ്രി ലെവൽ എക്സാമിന്റെ LSCSന്റെ പേപ്പറിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ ഇപ്പൊ നമ്മുടെ 10th ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, OAക്ക് വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ജൂൺ മാസം ആകുമ്പോഴത്തേക്ക് 25-ലെ പരിസ്ഥിതി ദിനം കഴിയും. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, 2025-ലെ ഹോസ്റ്റും അതിന്റെ തീമും പഠിച്ചു വെക്കുക. ഇവിടെ സൗദി അറേബ്യയാണ് വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ വിചാരിക്കും 3 പക്ഷെ 3 ഓപ്ഷൻ കിടക്കുന്ന എവിടെയാടാ, ഡീല. കണ്ടോ, PSC നമ്മളെ കൺഫ്യൂസിംഗ് ആയിട്ട് നമ്മുടെ സമയം കളയാനായിട്ട് കൂടുതൽ തെറ്റിക്കാനായിട്ട് എങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യനുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അത് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ എല്ലാവരും കുത്താൻ. കറസ്പോണ്ടിങ് നോക്കിയിട്ട് മാത്രമേ കുത്താവുള്ളൂ, തെറ്റിച്ച് കളയരുത്. കണ്ടോ, കൺഫ്യൂസിങ് 2 ക്വസ്റ്റ്യൻ അങ്ങനെ പിന്നെ വന്നിരിക്കുന്നത്. MEN 5 CV, ഇതിന്റെ ആൻസർ നൈജീരിയ ആയിരുന്നു. പക്ഷെ ആ 3 കിടക്കുന്നുണ്ടോ, ഈല. അപ്പൊ നമ്മൾ വേണമെങ്കിൽ തെറ്റിക്കാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. PSC ഇപ്പൊ അങ്ങനെ സൈക്കോ ആയിട്ട് വരുവാണ്. അപ്പൊ അതൊക്കെ അറിഞ്ഞിട്ട് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, നിങ്ങൾ കുത്താൻ പാടുള്ളൂ അല്ലെ. ഇനി അതും സയൻസ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റൻ ആണ്. പ്രോബ്ലം നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര പാടാണ്. അല്ല, നമ്മൾ ഭയങ്കര ഈസി ആയിട്ട് വെറുതെ ഫ്രാക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ആണ് അവിടെ ചോദിച്ചിട്ടുണ്ടായിരിക്കുന്നത്. ChatGPT ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട്. കാര്യം കമ്പ്യൂട്ടറിന് 3 മാർക്കാണ്. അതും കറണ്ട് അഫയർ ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ.
അപ്പോൾ ആ സാധനങ്ങളൊക്കെ നോക്കുക. അവാർഡുകൾ അല്ലെ, അവാർഡുകൾ ദേശീയ അവാർഡ് ചോദിച്ചിട്ടുണ്ട്, സംസ്ഥാന അവാർഡും, ഇത് രണ്ടും അടുപ്പിച്ചടുപ്പിച്ചാണ് 70ാമത്തെ 54ാമത്തെ വന്നത്. അത് എന്ത് ചെയ്യുക നോക്കുക. ഇവിടെ കണ്ടോ ആർട്ട് ആൻഡ് കൾച്ചറിനകത്ത് പിന്നെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ. കഥാപാത്രം തന്നിട്ടുണ്ട്, നോവലിലെ കഥാപാത്രം ആണെന്ന് അത് ബേസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റേറ്റ്മെന്റ്. നമുക്ക് സാധാരണ ഇതിൽ ചിലപ്പോൾ അത് ഏത് കഥാപാത്രം ഏത് കൃതിയിലാണെന്ന് ജസ്റ്റ് ചോദിക്കുന്നത് മാത്രം ഉണ്ടാവത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതിപ്പോ കണ്ടോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചു, ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊക്കെ അതറിയാം. 23 അക്കാദമി അവാർഡ് ചോദിച്ചിട്ടുണ്ട്, അത് ആരാ എഴുതിയേക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ കണ്ടോ അവാർഡുകൾ ബേസ് ചെയ്തിട്ട് ഡയറക്റ്റ് അവാർഡുകൾ തന്നെയല്ല, അവാർഡ് കിട്ടിയ കൃതി ഏതാണ് അല്ലെ അതിന്റെ കണക്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടുകളെല്ലാം ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഷാജി എൻ കരുണ് അത് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കാൻ നമുക്കറിയാം, അദ്ദേഹം മരിച്ചു. പക്ഷെ അതിനു മുന്നേ വന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. ഇനി അതുപോലെ ഏകദിന ക്രിക്കറ്റ് ബേസ് ചെയ്തിട്ടുള്ള അല്ലേ, അതും കറണ്ട് അഫെയർ വരുന്നതാണ്. അപ്പൊ കറണ്ട് അഫെയറിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏതാണ്, സ്പോർട്സ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുക, അവാർഡ്സ് ഫോക്കസ് ചെയ്യുക, എന്തെങ്കിലും കപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. അതുപോലെ ഒളിമ്പിക്സ് ഓക്കെ അല്ലെ, നമുക്ക് എന്താ ഒളിമ്പിക്സിൽ ഈ വർഷം എന്താ അതായത് കഴിഞ്ഞ ഒളിമ്പിക്സിൽ നമുക്ക് മെഡൽ കിട്ടി. പക്ഷെ ചോദിച്ചേക്കുന്ന അതാണോ, അല്ല അല്ലെ. ആദ്യത്തെ അതായത് ഇന്ത്യ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകൻ ആരാന്ന് ചോദിച്ചേക്കുന്നത് കണ്ടോ. അപ്പൊ കണക്ടിങ് ഫാക്ട്സ് ആണ് അപ്പൊ അത്. അപ്പൊ അതും എന്ത് ചെയ്യുക ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. കമ്പ്യൂട്ടറിനകത്ത് HTML എപ്പോഴും എന്താ ചോദിച്ചിരിക്കുന്നത് ടാഗുകൾ പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് ഡിഗ്രി ലെവൽ വരെ ചോദിക്കുന്നതാണ്. അപ്പൊ അത് എന്ത് ചെയ്യുക നിങ്ങൾ എല്ലാവരും ഒരു ടേബിൾ ആയിട്ട് എഴുതിയിട്ട് അതും പഠിക്കുക. അതുപോലെ ഈ ഉപകരണങ്ങൾ അല്ലെ, ഈ പ്രോട്ടോകോൾ ബേസ് ചെയ്തിട്ട് ഹബ്ബ്, റൗട്ടർ, റിപ്പീറ്റർ, സ്വിച്ച്, ഇത് 4 ഓപ്ഷൻ നിങ്ങൾ ഉറപ്പായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതാണ് കാര്യം. ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് അല്ലെ. പിന്നെ IT ആക്ട് ബേസ് ചെയ്തിട്ട് സെക്ഷൻസ് ആയിരുന്നു ചോദിക്കുന്നത്, ഇവിടെ സെക്ഷൻസ് അല്ലാണ്ട് ഒരു സംഭവം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ IT ആക്ടും സെക്ഷൻസും വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഓർത്തിരിക്കുക. ഇതുണ്ട് അപ്പോയിന്റ്മെന്റ്സ് ആണ് പിന്നെ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനാണ്. നമ്മൾ വിചാരിക്കും ഇപ്പോഴത്തെ അധ്യക്ഷനാണെന്ന്, പക്ഷെ അല്ല, ആദ്യത്തെ. അതാണ് ഈ അടുത്താണ് അത് മാറ്റം വന്നത്, അതുകൊണ്ടാണ് ആദ്യത്തെ അധ്യക്ഷനെ ചോദിച്ചേക്കുന്നത്. അപ്പൊ നിങ്ങളൊരു കമ്മീഷൻ പഠിക്കുമ്പോൾ എത്ര പേരുണ്ട്, ഇപ്പോഴത്തെ ഹെഡ് ചെയർപേഴ്സൺ ആരാണ്, ഏറ്റവും ആദ്യത്തെ ആരാണ്, ആദ്യത്തെ വുമൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം എടുത്തു പഠിക്കണം. കാര്യം PSCക്ക് അങ്ങനെ വനിതകളെ ചോദിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ് അല്ലെ. ഇപ്പൊ ന്യൂനപക്ഷ കമ്മീഷന് കൂടാതെ എത്ര അംഗങ്ങൾ, അതാ ഞാൻ പറഞ്ഞേ ഏതൊരു കമ്മീഷൻ പഠിക്കുമ്പോഴും അംഗങ്ങൾ എത്ര പേരുണ്ട്, അതിന്റെ കാലാവധി എത്രയാണ്, എല്ലാ കാര്യങ്ങളും ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ വരുന്നത് 70 മാർക്കാണ് നമുക്ക് GK വരുന്നത്. മാത്സ് എല്ലാം ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യനുകളായിരുന്നു, നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അപ്പൊ അതെല്ലാം നിങ്ങൾ പോയി വർക്ക്ഔട്ട് ചെയ്യണം. ഇംഗ്ലീഷ് ആണെങ്കിലും നമുക്ക് തോന്നും കുറച്ച് വലുതാണെന്നൊക്കെ, കൺഫ്യൂസിങ് ആൻഡ് ട്വിസ്റ്റിംഗ് ആയിട്ട് തോന്നും, പക്ഷെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. മലയാളം ആണെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് പിന്നെയും ചോദിക്കുന്നത്, ഈ വിണ്ടലൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ഏതാണ് ആദേശസന്ധിയാണെന്നൊക്കെ നമുക്കറിയാം, പിന്നെയും ചോദിക്കുന്നതാണ്. പക്ഷെ ഇതൊക്കെ ചെറിയ ടൈറ്റ് ക്വസ്റ്റ്യനുകളായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ ഒത്തിരി പാടുള്ളത് നമ്മൾ എന്ത് ചെയ്യുക സ്കിപ്പ് ചെയ്യുക. പക്ഷെ ഇപ്പൊ കണ്ടോ വിപരീത പദം നേരത്തെ ചോദിച്ചുകൊണ്ടിരുന്നത് കറക്റ്റ് തന്നിട്ട് അതിന്റെ വിപരീത പദം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, മുഴുവൻ തന്നിട്ട് അത് ഏത് പേരാണ് തെറ്റ് ശരിയെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ എന്താ എതിർലിംഗം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഒറ്റപ്പദം നമ്മൾ ഒരു കുറച്ച് എന്താ കാണാണ്ട് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അത് മലയാളത്തിലുണ്ട്. ഒറ്റപ്പദം ചോദിച്ചിട്ടുണ്ട്, വിപരീതം ചോദിച്ചിട്ടുണ്ട്, പര്യായം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ബഹുവചനം, അതായത് സ്ത്രീലിംഗം നപുംസകലിംഗങ്ങളിൽ ഏതാണ് ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നത് അല്ലെ, അതായത് വചനം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താ കടം കഥയും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെയായിരിക്കും നമുക്ക് OA വരാൻ പോകുന്നതും, അല്ലെങ്കിൽ നമ്മുടെ ലാബ് അസിസ്റ്റന്റ് ജൂൺ മാസത്തിൽ വരാൻ പോകുന്നു. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ കറണ്ട് അഫെയർ ഷോർട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതുപോലത്തെ ഫുൾ ഫ്ലെഡ്ജ് വീഡിയോസ്, അതായത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഹാപ്പി ലേണിംഗ്. ഇപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ടെലിഗ്രാമിൽ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ഇത് എല്ലാവരും അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് എത്ര സ്കോർ ഉണ്ടായിരുന്നു ദേ ഈ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് എത്ര സ്കോർ വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. മാക്സിമം ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുക ഉറപ്പായിട്ടും വർക്ക്ഔട്ട് ചെയ്യുക. ഇതുപോലെ തന്നെ ഇതിന് മുന്നേ നടന്ന ബീറ്റ് ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടുന്നുണ്ട്. അപ്പൊ അതും വർക്ക്ഔട്ട് ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, 21-ാം തീയതിയിലത്തെ OA എക്സാം എഴുതാൻ പോവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം ശരി, താങ്ക്